ചേട്ടന്റെ വിശ്വാസത്തോടെ പേയ്മെന്റ് ഞാൻ ചെയ്തു തന്നു. ഇതെന്റെ അമ്മ ഇട്ട് തന്നെയാണ് ഈ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടാവും. നാളെ എനിക്ക് ഇത് വേണ്ട. നിങ്ങൾ ഞാനായിട്ട് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ 2000 ആണല്ലോ. അപ്പൊ നാളെ ആ ഇതിന്റെ എനിക്ക് ആവശ്യമില്ല. 2025 പറ്റിച്ചെങ്കിൽ വേണം നാളെ ട്രാൻസാക്ഷൻ ഐ ഡി കൊണ്ട് വേണം കേസ് കൊടുക്കാം. എനിക്ക് കേസ് കൊടുക്കണ്ട. ഓ ഞാൻ വരുന്നുണ്ട് ചേട്ടാ, ഞാൻ വരുന്നുണ്ട്. മറ്റേ കുരുമുളക് ഇട്ട് കുരുമുളക് ഇട്ട് വെച്ചേക്കാം. ഹലോ ഫ്രണ്ട്സ്, കേൾപ്പറങ്ങിന്റെ പുതിയൊരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പം നമ്മൾ ഇന്ന് കറക്റ്റ് ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ്, ഒരു പക്ക എക്സിക്യൂട്ടീവിന്റെ പേര് ഫ്രോഡായിട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അത് നമ്മൾ സോബിൻ എന്ന് പറയുന്ന ബ്രോ, പുള്ളിക്കാരൻ്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്. പുള്ളിക്കാരെ പറ്റിക്കാനാണ് തന്നേക്കുന്നത്. അപ്പം വശം വരാൻ നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ സഹോദരങ്ങളെയോ എന്ന് പറഞ്ഞ് പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മയും പറ്റിക്കാൻ തരില്ല കേട്ടോ. ഇതാണൊക്കെ നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വന്ന് ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ ഇതിപ്പോൾ റോഡ് സൈഡിലാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. വണ്ടികൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, സൗണ്ട് ഉണ്ട്, നോയ്സ് ഉണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോയ്സിനൊക്കെ എന്തെങ്കിലും ഇടയ്ക്ക് സൗണ്ട് വരും. മാക്സിമം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും സൗണ്ടൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ മച്ചന്മാരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്തുക. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുന്നില്ലെങ്കിൽ ആ മണി ഒന്നുകൂടെ ഓഫ് ചെയ്ത് ഓണാക്കി അത് വരുന്നതായിരിക്കും. എന്തായാലും മച്ചന്മാരെ നമുക്ക് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് തീർക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ഒരു ബർത്ത്ഡേ പ്രാങ്ക്, അതും പക്ക ഫ്രോഡ് എക്സിക്യൂട്ടീവ് ആയിട്ട് നമുക്ക് നോക്കാം. കം ഓൺ. അതെ, ഹായ്, നമസ്കാരം മാഡം. മാഡം അല്ലേ ബുക്ക് ചെയ്തു? മാഡം ഇത് തന്നെ ബുക്ക് ചെയ്തു? മാഡം അല്ലേ മീഷോ ബുക്ക് ചെയ്തു? ഇന്നല്ല, ഇതിന് ബുക്ക് ചെയ്തിരുന്നു. മാഡം നമ്മുടെ ഈ ഓണം അല്ലാതെ തന്നെ ഈ വ്യക്തികളോ, അതായത് പർച്ചേസ് ചെയ്യുന്നവരെ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. പല നമ്മുടെ ഒരു ഐഡിയ ഉണ്ട്. അവസാനം 4 നമ്പർ വെച്ച് റാൻഡമായിട്ട് സെലക്ട് ചെയ്താണ് എടുത്തത്. മാഡത്തിന് വിൻ ചെയ്തു. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയായിട്ട് നമ്മൾ 4 പേർക്കാണ് കൊടുക്കുന്നത്. അതിൽ ഒരാൾ മാഡമാണ്. അപ്പം നമ്മുടെ ഈ ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി 80 രൂപ ഇവിടെ വരും. മാഡത്തിൻ്റെ കൈ കിട്ടും. ഞങ്ങൾ മീഷോയുടെ ഏജൻറ്റുകളാണ്. മീഷോ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഏജൻറ്റാണ്. മാഡത്തിൻ്റെ എങ്ങനെയാണ്, മാരീഡാണോ മാഡം? മാരീഡായിട്ടുള്ളവർക്ക് ഇത് അലൗഡല്ല. അങ്ങനല്ല മാഡം. നമ്മൾ വിവാഹം കഴിഞ്ഞവർക്ക് ഇത് ഇങ്ങനെ നൽകത്തില്ല. ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ നിങ്ങൾ ആക്ച്വലി ഞാൻ വെരിഫിക്കേഷൻ വന്നതാണ്. ഇങ്ങനെ ആൾ ഉള്ളതാണ്, റോബോട്ടിക്കല്ല. നമ്മൾ ഇവിടുന്ന് വെരിഫൈ ചെയ്ത് അയച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് വരുന്നത്. ഗിഫ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സിൽ മീഷോടാക്കി എടുത്ത് ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് സിംഗിളായിട്ടുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആളും ആൾക്കെന്തോ ഈ സിംഗിൾസിനോടാണ് താല്പര്യം. അവരുടെ ഒരു ഇതുണ്ട്. കാരണം എന്തോ റിലേഷനിലേക്ക് എന്തോ പ്രശ്നങ്ങളാണ്. അതായിരിക്കണം, എനിക്ക് അറിയത്തില്ല മാഡം. വല്ല ടേപ്പ് തേച്ചിട്ട് പോയോ ഇട്ടിട്ട് പോയോ, അതുകൊണ്ട് സിംഗിൾസിന് മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. മാഡം എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളിവിടുന്ന് കൊടുക്കാം. മാഡം സിംഗിളാണെന്ന് പറഞ്ഞ് കൊടുക്കാം. ഞങ്ങൾക്ക് എന്ത് തരും മാഡം? ഏറ്റവും കുറഞ്ഞത് ഒരു 80,000 രൂപ മാഡത്തിന് തരും. വരുമ്പോഴല്ലേ, വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. വരുന്നതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ലൈറ്റും കിട്ടാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അല്ല, വരുന്നതിന് മുന്നേ അപ്പൊ മാഡം വന്നിട്ട് പറയാം പൈസ തരാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഞാൻ ഒരിക്കലും പറയാറില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ എന്ത് ചെയ്യും മാഡം? എനിക്ക് പറയേണ്ട ആവശ്യമില്ല. മാഡം ഒരു കാര്യം ചെയ്യും, മാഡം എന്തെങ്കിലും ഒരു പ്രൂഫ് എന്തെങ്കിലും തരാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ചേട്ടൻ എനിക്ക് അറിയുപോലുമില്ല. മീഷോയിൽ ഇതിൽ വന്നത് കൊണ്ട് ഞാൻ എന്ത് ഇതിന് ഞാൻ തരും എന്ന് കാരണം മെസ്സേജ് ഉണ്ടല്ലോ. ജസ്റ്റ് നിങ്ങളുടെ നോർമൽ നമുക്ക് പാർസൽ ആണെങ്കിലും നിങ്ങളുടെ ഇതിന്ന് വിളിക്കുക ചെയ്യണം. അങ്ങനല്ല മാഡം, ഇത് സർപ്രൈസ് ഗിഫ്റ്റാണ്. വിളിച്ചില്ല, ഞാനല്ലേ വിളിച്ചത്. ഞാൻ ചോദിച്ചത് ഇപ്പം ഞാനിപ്പോൾ ഇപ്പം വെരിഫിക്കേഷൻ നടത്തിയത്. മീഷോ എന്ന് വിളിച്ചെന്ന് പറഞ്ഞില്ലേ? 1 ലക്ഷം അടിച്ചിട്ടുണ്ടെന്ന് ചേച്ചി. അപ്പൊ 80,000 രൂപ നമ്മുടെ കിട്ടും. മാരീഡ് ഉള്ളവർക്ക് തരത്തില്ല. അപ്പൊ ഞാൻ എന്ത് പ്രൂഫില് ഇതിൽ ഞാൻ എന്റെ പ്രൂഫ് കൊടുക്കും ചോദിച്ചവര്? അല്ല, ഞാൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇതാരാ ബെസ്റ്റ് ഫ്രണ്ട് ആണോ?
ഞങ്ങൾ ഓഫീസിനുള്ള ചേച്ചിയാണ്. ചേച്ചിക്ക് എല്ലാ കാര്യവും അറിയാം. ഓക്കെ, സംഭവമൊന്നുമില്ല. പുള്ളിക്കാരിക്ക് ഈ സംഭവം നമ്മൾ 80,000 രൂപ കൊടുക്കണമെങ്കിലേ പുള്ളിക്കാർ മാരീഡ് അല്ലെന്നുള്ളതിനുള്ള വെരിഫിക്കേഷൻ നടത്തി കൊടുക്കണം. അല്ല, ഞാൻ മാഡത്തിന് 2,000 രൂപ മാഡത്തിന് അയക്കാം. മാഡം തിരിച്ചപ്പോൾ 5,000 രൂപ അയക്കാം. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അതൊരു അത് എന്ത് പ്രൊസീജിയറിലാണ്? താങ്കൾക്ക് 2,000 സാധനം 5,000 നമുക്ക് എൻ്റെ പൈസ മാഡത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അത് വേണ്ട കാര്യമില്ലല്ലോ, അതൊരു പ്രൊസീജിയർ അല്ലല്ലോ. ആക്ച്വലി ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ മീഷോയുടെ ലോഗോയുടെ കളറിലുള്ള ഡ്രസ്സാണ് മാഡം ഇട്ടേക്കുന്നത്. ഇതാണ് ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഓർഡർ കൊടുത്തതാണ്. അതുകൊണ്ടാണ് മാഡം നിങ്ങൾക്ക് അത് അടിക്കാൻ ഇതായത്. കാര്യം മീഷോയുടെ ഒരു പ്രൊമോഷൻ പോലെ ഞങ്ങൾ അയച്ചു കൊടുത്ത് 24 hours കൺഫർമേഷൻ കോൾ വരും. അത് കഴിഞ്ഞ് 2 ദിവസത്തിനകത്ത് അക്കൗണ്ടിൽ കിട്ടും. പക്ഷേ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമ്പോൾ ഞാൻ അയച്ചു തരും അക്കൗണ്ടിലേക്ക്. മാഡത്തിന് കൺഫർമേഷൻ കിട്ടി കഴിയുമ്പോൾ മാഡം എൻ്റെ അടുത്ത് പറയണേ, ഞാൻ ആ പൈസ മാഡത്തിന് അയച്ചു തരും. 5,000 എന്താണ് ഇവിടെ ഇത്ര പേടി? പേടിക്കേണ്ട കാര്യം ചേട്ടാ, പൈസേന്റെ കാര്യമാണ്. അത് ഏത് മനുഷ്യനാണെങ്കിലും പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ മാഡം എന്നെ ഇവിടെ കിട്ടിയിട്ട് എന്നിട്ട് 2,000 രൂപ മാഡം എന്നെ കെട്ടടിച്ച് വിട്ടാൽ എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടേണ്ട പൈസ. പിന്നെ ചേട്ടൻ എന്താ 50-50 നമുക്ക് ഒരു നമുക്കൊരു 10-15 ഓക്കെ, അത്രയും മതി. ബാക്കി ചേച്ചി ഒരു മാസത്തിന് കുഴപ്പമില്ല, അത്രയും മതി. എനിക്ക് അതിൽ ഇത് കൂടുതൽ കിട്ടുമ്പോഴല്ലേ. അത് മതി. ഇപ്പൊ ചേട്ടൻ ഞാൻ 2,000 അയക്കണം. എനിക്ക് അതിന് ഹായ്. ഹലോ ചേച്ചി, ഇപ്പൊ ഞാൻ നമ്പർ സേവ് ചെയ്തു. 77 പറ്റിയതൊന്നുമല്ലല്ലോ അല്ലേ? ഞാൻ നിങ്ങളുടെ മുന്നിൽ കാരണം വേറെ ഒന്നുമല്ല. കാരണം ഇപ്പോഴത്തെ ഇത് അതുകൊണ്ടായതുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് അമൽപ്പിച്ചു. വൈകുന്നേരത്തിനകത്ത് വരും. ഇപ്പം നമ്മൾ ഇത് അയക്കും, ഇപ്പം തന്നെ മെയിൽ അയക്കും. തന്നെ മെയിൽ അയക്കും. നമ്മളിപ്പോൾ ചെന്ന് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ മെയിൽ അയക്കും. എടപ്പള്ളിയിലാണ് ഓഫീസ്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ വല്ല പ്രൂഫ് എന്തെങ്കിലും തരാം. ഞാൻ ചേട്ടൻ്റെ വിശ്വാസത്തോടെ പേയ്മെന്റ് ഞാൻ ചെയ്തു തന്നു. ഇതെൻ്റെ അമ്മ ഇട്ട് തന്നെയാണ്. ഇത് ഞാൻ ആർക്കും ഊരി കൊടുക്കുന്നില്ല. അഡ്രസ്സോ ആധാറോ അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് ആയിട്ട് മീൻസ് ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടി മാത്രം. ഫോണിലെങ്കിലും കാണുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ 2 വർത്താനം ഇപ്പൊ പറയണം. ചേച്ചിക്ക് വിശ്വാസമില്ലേ? ചേട്ടൻ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു? പ്രൂഫ് വെച്ച് പ്രൂഫില്ല. നിങ്ങളോട് വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ശരി, ഒരു കാര്യം, ഇത് കൺഫർമേഷൻ കിട്ടി കഴിയുമ്പോൾ അതുവരെ ഞാൻ ഇരിക്കുന്നില്ല. ചേച്ചി ഇപ്പം അവിടെ തന്നെ കാണാമല്ലോ. 3 നേരം ഫുഡ് എനിക്ക് എത്തിച്ചത് ഞാൻ ആദ്യം പറഞ്ഞു 2,000 ഇടും, ഞാൻ 5,000 ഇടുന്നതാണ് ആദ്യം പറഞ്ഞത്. മാഡം, ഞാനൊരു കാര്യം പറയാം. മാഡത്തിനിപ്പം ഞാനിത് മാഡത്തിന് പറ്റിക്കുന്നു വെച്ചാൽ അപ്പോൾ മാഡം അയച്ചൊരു ബാങ്ക് ട്രാൻസാക്ഷൻ ID ഉണ്ടല്ലോ, അതിലുകൊണ്ട് കേസ് ഫയൽ ചെയ്ത് അപ്പം ഞാൻ മാഡത്തിന് തട്ടിപ്പ് ഞാൻ അതിന്റെ പുറകെ തൂങ്ങണ്ടേ? ഓക്കെ മാഡം, ഞാനെന്നാ ഓട്ടെ. ഞാൻ എൻ്റെ അമ്മൂമ്മേന്റെ നമ്പർ. എനിക്ക് വേറെ ആരുമില്ല, അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. ആദ്യം അമ്മ ഇട്ട് തന്നാന്ന് പറഞ്ഞു. അമ്മേന്റെ നമ്പർ അമ്മ തന്നെ. എന്നാ വിളിക്കുന്നത്. അതും സെയിം നെയിമാണല്ലോ വരുന്നത്. താങ്കളുടെ നെയിം തന്നെയാണല്ലോ വരുന്നത്. അമ്മമ്മ സ്നേഹം കൊണ്ട് അമ്മല് ഞങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്. കൊടുക്കണോ? കൊടുക്കണോ? എന്തമ്മി
എന്തമ്മി നീ ചോറ് കഴിച്ചാ എന്തുവരുന്നു ഇന്ന് കറി? ഓ ഞാൻ വരുന്നുണ്ട് ചേട്ടാ, ഞാൻ വരുന്നുണ്ട്. മറ്റേ കുരുമുളക് ഇട്ട് ചാള കുരുമുളക് ഇട്ട് വെച്ചേക്കാ. കേട്ടോ, ചാള കുരുമുളക് ഇട്ടതും മറ്റേ ഇത് സെറ്റാക്കിയിട്ട് ഞാൻ വരുന്നുണ്ട് ചേട്ടാ. ആ ശരി, ഞാൻ വരാം, ഓണത്തിന് വരാം. മറ്റേ മാവേലിയെ കാണാൻ. മമ്മിയാണെങ്കിൽ മാവേലി കിട്ടിക്കോ, ഒരു വെറൈറ്റിക്ക് ഇറങ്ങി ടൗണിൽ ശരി ഇറങ്ങി കിരീടൊക്കെ വെച്ച്. നമ്മുടെ ഓഫീസ് ഒരാൾ വന്ന് 2000 രൂപ ഇടുന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കൺഫർമേഷൻ വേണ്ടേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എൻ്റെ കൈകളിലെ ഓർണമെന്റ്സ് എല്ലാം ഊരിച്ചതാണ് മേഡം. ഇതൊക്കെ വിലയുള്ളതാണ് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന അത് വെച്ചിട്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാനത് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയാന്ന് പറയാൻ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. 2000 രൂപ കൂടുതൽ വില കൊടുത്തുള്ള വസ്തുവാണ്. അതായത് ഇതായതൊന്നുമില്ല. എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേ, എനിക്ക് ക്യാഷ് ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എന്റെ അക്കൗണ്ടിൽ ഇട്ടേ, എനിക്ക് ആവശ്യമില്ല ടെൻഷൻ അടിക്കാൻ പറ്റും. ടെൻഷൻ ഒന്നും അടിക്കാൻ വേണ്ട. അപ്പൊ എന്റെ തിരിച്ച് അക്കൗണ്ടിൽ ചെയ്യുക, അതേ ഉള്ളൂ. ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമാകും. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന പേയ്മെന്റ് തിരിച്ച് എന്റെ അക്കൗണ്ടിലോട്ട് ചെയ്യാം. ബാക്കി പ്രൊസീജിയർ നടത്താം. അതൊക്കെ ഇട്ടോട്ടേക്ക് വരുമ്പോ നോക്കാം. ഞാനിപ്പോ അവിടെ വിളിച്ചു കഴിഞ്ഞാല് അവരെല്ലാരും നോക്കുന്നുണ്ട്. മേളിൽ ഞങ്ങളുടെ MD ഉണ്ട്, വന്നതിന് അയലൊക്കെ കൺഫർമേഷൻ വരുമ്പോഴല്ലേ അതപ്പം നോക്കാം. ചേട്ടനിപ്പോ ചെയ്യുന്ന ഈ സംഭവിക്കില്ല. പേയ്മെന്റ് നമ്മൾ കൈ കിട്ടുമ്പോൾ എന്തായാലും ചേട്ടനെ പറ്റിക്കില്ല. ഞാൻ എന്തായാലും വേണമെങ്കിൽ വിളിക്കാം. ചേട്ടൻ എന്തായാലും കൺഫർമേഷൻ വരുമല്ലോ. കാരണം ഇതിപ്പോ ഒരു വിശ്വാസം തോന്നില്ല ഞങ്ങൾക്ക്. അമ്മൂമ്മ അപ്പാപ്പൂനെ അത് എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതല്ല വിളിച്ചു. പിന്നെ അതല്ല, ഇപ്പൊ പേയ്മെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൊടുക്കണ്ട. എനിക്കത് കിട്ടിയില്ലെങ്കിൽ സാറില്ല, എനിക്ക് ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കാൻ പറ്റില്ല. അല്ലേ, അത് തീർന്നില്ലേ ചേട്ടൻ? ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ഇടുക അങ്ങോട്ട് ഇടുക, അപ്പൊ തീർന്നു. നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തണമെന്നല്ലോ വിചാരിച്ചു. ഇല്ല, ഇതിപ്പോ നിങ്ങൾ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും. എനിക്കിവിടെ ജോലി ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ട് കോടിച്ചിട്ട് ആൾക്കാർ ഞങ്ങൾക്ക് ഇത്ര സമയം ലേറ്റ് ആയി. അത് ചേട്ടൻ്റെ ഇതാണ്, നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ ഇതാണ്. കൺഫർമേഷൻ വരുമ്പോൾ ഉള്ള കാര്യം അത് നാളെ നോക്കാം. ഞാനിത് ഇവിടെ തന്നെ ഉണ്ടോ, ഞാൻ വേറെ ഇങ്ങോട്ട് പോകത്തില്ല. ഇല്ല ചേട്ടാ, എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ചേട്ടൻ. എനിക്കിപ്പോ 2000 കിട്ടും. എന്നിട്ട് ഇത് മാരീഡാന്ന് പറഞ്ഞ് പ്രൊസീഡ് ചെയ്തു. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും അവർക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ പറഞ്ഞ അങ്ങനെയല്ലോ, ഒരുമാതിരി വർത്തനം പറഞ്ഞ് പറഞ്ഞതിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല. പറഞ്ഞ മാറി വിളിക്കണം. അതെന്താ പറ്റാത്ത? ഞങ്ങളിപ്പോ ഇത്ര നേരം എവിടെയാണെന്ന് വന്നാൽ തന്നെ എന്താണെന്ന് ചോദിച്ചു പറയുന്ന ഇഷ്യൂ ഇല്ലാടോ. അങ്ങോട്ട് തിരിച്ചു ചെയ്ത് കൊടുത്തേക്കും. നാളെ എനിക്ക് ഇത് വേണ്ട. നിങ്ങൾ ഞാനൊരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ 2000 ആണല്ലോ. അപ്പൊ നാളെ ആ ഇതിന്റെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അതിന്റെ പുറകെ തൂങ്ങാൻ താല്പര്യമില്ല. ഇപ്പൊ ഇത് റീഫണ്ട് ചെയ്ത് ഇവിടെ പ്രശ്നം ചെയ്തു. കൺഫർമേഷൻ എനിക്ക് വേണ്ട. എനിക്ക് പൈസ വേണ്ട, കൺഫർമേഷൻ വേണ്ട. അതെന്താ ചെയ്യാൻ പറ്റാത്തത്? ഇപ്പൊ തന്നെ ചെയ്യാന്നല്ലേ പറഞ്ഞത്. അവള് ഇടും, അങ്ങോട്ട് ഇടാം അങ്ങോട്ട് ഇടാം. അപ്പൊ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്തണമെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ ചെയ്യാന്ന് പറഞ്ഞു. അവിടെ ഇഷ്യൂ അവളെ തന്നെ ചീത്ത പറയും. ഇങ്ങനെ ഒരു കാര്യം അവളെ തന്നെ ഇട്ട് കൊടുത്തു. അവളായിട്ട് അത് എനിക്കിട്ടേ കിട്ടുള്ളൂ. എനിക്ക് ആവശ്യമില്ല. റീഫണ്ട് ചെയ്താൽ ഇപ്പം നമ്മൾ അങ്ങനെയാണ് ചേട്ടാ ചെയ്യും. റീഫണ്ട് ചെയ്യും. നിങ്ങളോടുള്ള വിശ്വാസത്തിന് പേര് പറഞ്ഞ പോലെ ഞാൻ ഇട്ട് ക്യാഷ് ഞാൻ പറഞ്ഞ പോലെ ഇട്ടു. എനിക്ക് ആ വിശ്വാസം വേണ്ട. എനിക്ക് വിശ്വസിക്കാൻ തൽക്കാലം ആൾക്കാരുണ്ട്. എനിക്ക് വിശ്വാസം വേണ്ട. എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് റീഫണ്ട് ചെയ്യും. മാരീഡ് ആണെന്നുള്ള അങ്ങനെയൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ടോ? അത് നിങ്ങളുടെ പേഴ്സണലാണ്. ഇതിപ്പോൾ റീഫണ്ട് ചെയ്താൽ ഇവിടെ ഈ പ്രശ്നം ചെയ്യും.
ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പോലീസിനെ വിളിച്ചു. ഇപ്പൊ പോലീസിനെ ഇവിടെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതിന് പോലീസ് അടിക്കുന്ന പെട്രോളിന്റെ പൈസ നമ്മൾ കൊടുക്കുന്ന ടാക്സി എന്റെ പൈസക്ക് എന്നെ അടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. ഇതിപ്പോൾ ആവശ്യമില്ലാത്ത അനാവശ്യ ചിലവല്ലേ, എനിക്ക് റീഫണ്ട് ചെയ്ത ഇവിടെ പ്രശ്നമില്ല. ഇവിടെ ഞാൻ 3000 രൂപ ചോദിച്ചത് ഇത് വേണ്ടെന്ന് അവിടെ ഈ പൈസ ആലോചിച്ചിട്ട് അവിടെ ഞാൻ ഒന്നര ടൂർ പ്ലാൻ ചെയ്തത്. അത് നിങ്ങളുടെ പേഴ്സണലാണ്, എൻ്റെ പേഴ്സണലായിട്ട് ഇടപെടുത്തേണ്ട ആവശ്യം. 1 ലക്ഷം രൂപ അടിച്ചെന്ന് പറയണേ ചേട്ടാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ എങ്ങനെ വിശ്വസിക്കും? 2000 രൂപ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 2000 രൂപ കളഞ്ഞു. 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 2000 രൂപ ഒന്ന് റിസ്ക് എടുക്കുന്നതിന് അതിനകത്ത് എന്താണ് നഷ്ടം? പോരെ ചേട്ടാ അവിടെ എന്നത് ഒന്നുമില്ല. 2000 രൂപ പോയി ഓണാഘോഷം പോയി. അല്ല ടാക്സ് എല്ലാം കഴിഞ്ഞ് എൺപത് രൂപ കൈ കിട്ടും. 80 രൂപ കൈ കിട്ടും. ആ 80,000 രൂപയിൽ നിന്ന് 2000 രൂപ 78,000 രൂപ പുള്ളിക്കാരുടെ കൈ വീണ്ടും സേവ് ആണ്. അത് 2000 രൂപ വെക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിക്കാരി അടുത്ത് പറഞ്ഞ് അതിനകത്ത് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്ന് ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ട്. പോലീസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിളിച്ചു നീ തരും പൈസ മേടിക്കുകയും ചെയ്യും. പോയാ പോട്ടെ 1000 രൂപ എല്ലാം അവിടെ വരുന്നിടത്ത് വെച്ച് താങ്ക് യു. നാളെ കൺഫർമേഷൻ വൈകുന്നേരത്തിനകത്ത് എത്തും. അതിന് ആ കൺഫർമേഷൻ സ്പോട്ടിൽ മാഡം എന്നെ കോൺടാക്ട് ചെയ്യണം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ സ്പോട്ടിൽ ട്രാൻസാക്ഷൻ നടത്തും. ഓക്കെ മാഡം, താങ്ക് യു. ഇനി ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് ഇത് പർച്ചേസ് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു മാഡം. മാഡം ഒരു ബ്രദർ എനിക്ക് കസിനാണ്. എനിക്കറിയാം പറ്റിച്ച പണിയാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ഉടായിപ്പോട്ടെന്ന് അറിയാം ചേട്ടാ. അപ്പോൾ മച്ചാമാരെ നമ്മളിപ്പം എറണാകുളം ഈ ലൊക്കേഷനിൽ വരുന്നത് അമ്മൻകോവിൽ ക്രോസ് റോഡ് ട്രേഡിംഗ് ഏജൻസിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നതാണ് ലിമ്മി ചേച്ചി. ചേട്ടനാണ് നമ്മളെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാൻ തന്നത്. ഈ പുള്ളിക്കാരിക്കൊക്കെ അറിയാമായിരുന്നു, ഇവർക്കൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് നൈസിന് ഇത് ഒഴിവായി പാവം പിടിച്ചവര് വിശ്വസിച്ച് 2000 രൂപ നമുക്ക് അയച്ചു. ചേച്ചി ഇപ്പൊ തരാട്ടാ. ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ നോക്കി ചിരിക്ക്, ഒരു ഹായ് ഒക്കെ പറഞ്ഞേക്ക് എല്ലാവരും. അപ്പം എന്തായാലും മറ്റേ നമ്മൾ വന്ന് ഞാൻ ലോങ് യാത്ര ചെയ്തൊക്കെ വരുന്നതായിരുന്നു. അടിപൊളി ഒരു സർപ്രൈസ് എല്ലാവർക്കും വരുന്നുണ്ട്. കിടിലത് വരുന്നുണ്ട്. ഞാൻ പറയാൻ വരും എപ്പിസോഡിൽ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ അടുത്ത ഷൂട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം. അതുപോലെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.